ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനി മൈഗ്രേഷൻ ഓപ്പോസിറ്റ് നടക്കാൻ പോകുന്ന കാലമാണ്. ഇനി പോയവരെല്ലാം ജന്മനാടുകളിലേക്ക് തിരികെ മടങ്ങുന്ന ഒരു കാലം വരാൻ പോവാണ്. ഇപ്പൊ എന്നെ വേണേ പരിഹസിച്ചോ, എഴുതി വെച്ചോ ഡേറ്റ്. മൈഗ്രേഷൻ ഓപ്പോസിറ്റ് നടന്നു തുടങ്ങാം. ഇപ്പൊ ഓരോ രാജ്യത്തിന് ഓരോ അരൂപിയുണ്ട്. നല്ല രീതിയിലൊക്കെ കൊണ്ടിരുന്ന ആളുകൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ റൂട്ട് മാറി. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ദൈവം അയക്കാത്തിടത്തേക്ക് പോകില്ല. എല്ലാവരും പോകുന്നു. അത് ഞാൻ കാരണം എല്ലാവരും അറിയില്ല. ഞാനല്ല പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നിങ്ങൾക്ക് എന്നോട് പണക്കാവുന്നതാണ് ഞാൻ പറയാം. ജീവിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ നാട് വിട്ടു പോകരുത്. ഓരോരുത്തരും ദൈവം നടത്താം. നമ്മളെന്തിനാ ഇന്ത്യ വന്ന് ജനിച്ചത്? കാനഡയിൽ ജനിച്ചാൽ പറയാം, അയർലൻഡിൽ ജനിച്ചാൽ പറയാം. നമ്മുടെ കേരളത്തിലെ അനേക കുടുംബങ്ങൾ പച്ച പിടിച്ചതും രക്ഷപ്പെട്ടതും അനുഗ്രഹമായതൊക്കെ വിദേശങ്ങളിൽ പോയിട്ടാണ്. ഒരു തടസ്സമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, വിദേശങ്ങളിൽ പോകുമ്പോൾ നാളെ നിങ്ങളുടെ തലമുറയുടെ വിശ്വാസ ജീവിതത്തിന്റെ ഭാവി എന്തെന്ന് നല്ലപോലെ ചിന്തിച്ചിട്ട് പോകാം. ഞാൻ അയർലൻഡിലാണ്. അവിടുത്തെ വികാരിച്ചോട് ഞാൻ ചോദിച്ചാൽ യൂത്ത് എത്ര ശതമാനം പള്ളി വരുന്നുണ്ട്? അപ്പൊ അച്ഛൻ പറഞ്ഞു 60% ഉണ്ടെന്നു. 100 പേരെടുത്താൽ 60 പേര് പള്ളി വരുന്നു, 40 പേരില്ല. ഇത് ഇവിടുന്ന് പോയ ജനറേഷന്റെ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മളെക്കാൾ 10 ഇരട്ടി വിശ്വാസമുള്ള യൂത്തിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, യൂത്ത് ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, മൈഗ്രേഷൻ ആവശ്യമുണ്ടെങ്കിലേ ചെയ്യാം. ആവശ്യമുണ്ടോ? ദൈവസന്നിധിയിൽ നല്ലപോലെ ആലോചിച്ചും പ്രാർത്ഥിച്ചും കർത്താവിന്റെ മുമ്പിൽ ആലോചന ചോദിച്ചുവേ തീരുമാനങ്ങൾ എടുത്ത് പോകാം.